നമസ്കാരം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം 100 ധ്യാനങ്ങൾ. ധ്യാതാവ് ഗുരു നിത്യചൈതന്യയതി. ധ്യാനം 15. പരയുടെ പാലു നുകർന്ന ഭാഗ്യവാന്മാർക്ക് ഒരു 10,000 ആണ്ടൊരൽപ്പനേരം അറിവപരപ്രകൃതിക്കധീനമായാൽ അരനൊടിയായിരമാണ്ടുപോലെ തോന്നും. നേരം വെളുത്താൽ ഓരോ ചുമതലയായി പ്രവൃത്തികൾ വന്നുകൊണ്ടിരിക്കും. പലരോടുമുള്ള കടപ്പാടുകൾ വന്നു കൈനീട്ടുന്നു. ശരീരത്തിൻ്റെ ആവശ്യങ്ങളും നിരവധിയാണ്. സ്വന്തം ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന വ്യാധികളെ പോലെ ഉറ്റവർക്കുണ്ടാകുന്ന ആപത്തുകളും മനോവ്യഥയുണ്ടാക്കും. ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പ്രയാസങ്ങൾ നൂലാമാലയായി വന്ന് ജീവിതത്തെ അതിൻ്റെ കുടുക്കിലാക്കിയാൽ ഓരോ നിമിഷവും തീനരകം പോലെ തോന്നും. ചിലപ്പോൾ ഒരു ദിവസത്തെ പോലും കൊണ്ടെത്തിക്കാൻ വളരെ പ്രയാസപ്പെടേണ്ടി വരും. ഉറങ്ങാൻ കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. മനസ്സ് നൊന്തിരിക്കുമ്പോൾ ഉറക്കവും വരികയില്ല. അഥവാ വന്നാൽ തന്നെയും ദുസ്വപ്നങ്ങൾ കണ്ട് നിലവിളിക്കുകയോ ഞെട്ടിയുണരുകയോ ചെയ്യും. ഇതെല്ലാം അറിവിനു സംഭവിക്കാവുന്ന കെടുതിയാണ്. അതിനെയാണ് അപരപ്രകൃതിക്ക് അധീനമായ അറിവെന്ന് ഗുരു പറയുന്നത്. ഇന്ദ്രിയങ്ങൾക്കും മനസ്സിനും ഹിതകരമല്ലാത്ത ചുറ്റുപാടുകൾ എല്ലാവർക്കും ഉള്ളതാണ്. എന്നിരുന്നാലും ദുഃഖം അനിവാര്യമല്ല. മാറി മാറി വരുന്ന ദിവസങ്ങളിലെ സംഭവ വികാസങ്ങളോടോ ശരീരത്തിനുണ്ടാകുന്ന വ്യാധികളോടോ ഒന്നും സംബന്ധപ്പെടാത്തതായ ഒരറിവ് നിരപേക്ഷമായി നമ്മിൽ കുടികൊള്ളുന്നു. ചിലർ അതിനെ എപ്പോഴോ ഒരിക്കൽ മിന്നിമറയുന്ന ഒരു സ്ഫുലിംഗം മാത്രമായി കാണുന്നു. ചിലർക്ക് അത് കാറ്റില്ലാത്ത മുറിയിലിരുന്നെരിയുന്ന ഒരു വിളക്കിലെ ശോഭയുള്ള നാളം പോലെ അനുഭവമാകുന്നു. മറ്റു ചിലർക്ക് അതിനെ അകവും പുറവും തിങ്ങി വിങ്ങി പ്രകാശിക്കുന്ന സച്ചിദാനന്ദമായി വാഴ്ത്തുവാൻ കഴിയുന്നു. ഉള്ളിൽ വല്ലപ്പോഴും അനുഭവപ്പെടുന്ന ജ്യോതിസ്ഫുലിംഗത്തെ തന്നെ നിരന്തരമായ ശ്രദ്ധയും മനനവും കൊണ്ട് അറിവിൻ്റെ മഹാജ്യോതിസായി മാറ്റുവാനും പിന്നെ അതിനെ തന്നെ വിരാമമില്ലാത്ത അമൃതധാരയാക്കുവാനും കഴിയുന്നതാണ്. മനസ്സിനെ വലിച്ചിഴയ്ക്കുന്ന രാഗപാശങ്ങളെ വിട്ടുകളയണം. ആശകൾ വിട്ടുകളയും തോറും മനസ്സിലെ ലാഘവം കൂടിക്കൂടി വരും. പ്രകൃതിയിൽ സഹജമായി ഉണ്ടാകുന്ന ജനനം, വളർച്ച, പരിണാമം, ക്ഷയം, നാശം ഇതെല്ലാം സഹജമാകയാൽ അതിൽ ഖേദിക്കുന്നത് നിഷ്ഫലമാണെന്ന് നമുക്കറിയാം. ആ അറിവ് തന്നെയാണ് ശോകനിവാരണത്തിനുള്ള ഒന്നാമത്തെ മാർഗം. ബന്ധുമിത്രാദികളുടെ ദുഃഖത്തിൽ പങ്കുകൊണ്ട് അവരോടൊപ്പം ദുഃഖിക്കുന്നത് കാരുണ്യം നിറഞ്ഞ സഹാനുഭൂതിയായി ചിലർ എണ്ണിപ്പോരാറുണ്ട്. അത് ശരിയല്ല. അറിവില്ലായ്മ കൊണ്ടും ദുര കൊണ്ടും ലോഭം കൊണ്ടും ദുഃഖിക്കുന്ന ബന്ധുക്കളെ നമ്മുടെ സന്തോഷത്തിലേക്ക് ആകർഷിക്കുവാൻ കഴിഞ്ഞാൽ അത് വലിയ ഉപകാരമായിരിക്കും. ചിലർക്ക് പണമോ ശാരീരികമായ ശേഷിയോ ഒന്നുമില്ലെങ്കിലും മനസ്സിൻ്റെ സുപ്രസന്നത കൊണ്ട് ജീവൻ വാർന്നു പോകുന്ന അന്ത്യനിമിഷത്തിൽ പോലും ചുറ്റിലുമുള്ളവർക്ക് സംതൃപ്തിയും പ്രശാന്തിയും പകർന്നു കൊടുക്കുവാൻ കഴിയുന്നുണ്ടല്ലോ. അത് നമുക്കും കഴിയും. കവി കവിത എഴുത്തിൽ മുഴുകിയിരിക്കുമ്പോഴും
കലാകാരൻ കലാരചനയിൽ ലയിച്ചിരിക്കുമ്പോഴും യോഗി ധ്യാനത്തിൽ മുഴുകിയിരിക്കുമ്പോഴും സമയം പോകുന്നത് അറിയുന്നതേയില്ല. കളിച്ചു നടക്കുമ്പോൾ ആഹ്ലാദം കൊണ്ട് കുട്ടി ചുറ്റുപാടുകൾ മറന്നു പോകുന്നു. എന്നാൽ ഇവരെല്ലാം സന്തോഷകരമായ സന്ദർഭങ്ങളിൽ നിന്ന് പുറത്തു വരുമ്പോൾ ദുഃഖിതരായിത്തീരുന്നു. യോഗി മാത്രം സമനില പുലർത്തിയേക്കും. സ്വസ്വരൂപം ആനന്ദഘനമാണെന്ന് പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞാൽ ആ അറിവ് നിരന്തരവും നിരതിശയവുമായ ഒരു അന്തർധാരയായി എപ്പോഴും ആത്മനിർവൃതി നൽകിക്കൊണ്ടു തന്നെയിരിക്കും. അപ്പോൾ ബാഹ്യലോകത്തുള്ള വ്യത്യാസങ്ങളോ ഉള്ളിലുള്ള അറിവിൻ്റെ പിരിവുകളോ മനസ്സിനെ ബാധിക്കുന്നതല്ല. ആ അവസ്ഥയെയാണ് പരയുടെ പാലു നുകർന്ന് ജീവിക്കുന്ന പരമഹംസന്മാരുടേതായി പറഞ്ഞിരിക്കുന്നത്.